പ്രാഗൈതിഹാസിക കാലഘട്ടം അഥവാ പ്രീഹിസ്റ്റോറിക് പീരിയഡ്. എഴുത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള മനുഷ്യചരിത്രത്തെയാണ് പ്രാഗൈതിഹാസിക കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ലിപി നിലവിലില്ലാത്തതിനാൽ എഴുത്തുപരമായ രേഖകളൊന്നും ലഭ്യമല്ല. പ്രാഗൈതിഹാസിക കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുരാവസ്തു ഗവേഷണങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. കല്ലുപകരണങ്ങൾ, ഫോസിലുകൾ, അസ്ഥികൾ, ഗുഹാചിത്രങ്ങൾ എന്നിവയാണ് പ്രധാന തെളിവുകൾ. പ്രാഗൈതിഹാസിക കാലഘട്ടത്തെ 4 ഭാഗങ്ങളായി വിഭജിക്കുന്നു. പഴയ ശിലായുഗം, മധ്യശിലായുഗം, നവശിലായുഗം, ചെമ്പുകല്ല് യുഗം. കേരള PSC പരീക്ഷയിൽ ഈ ക്രമം പലപ്പോഴും ചോദിക്കാറുണ്ട്. പഴയ ശിലായുഗം. ഇതാണ് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും പഴയ ഘട്ടം. മനുഷ്യർ വേട്ടയാടിയും കാട്ടിൽനിന്ന് ഭക്ഷണം ശേഖരിച്ചുമാണ് ജീവിച്ചിരുന്നത്. സ്ഥിരതാമസമില്ലായിരുന്നു. ഈ കാലഘട്ടത്തിൽ പരുക്കൻ കല്ലുപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. വേട്ടയാടാനും സ്വയംരക്ഷയ്ക്കുമായി കല്ലുകൊണ്ടുള്ള കടാരികളും കുന്തങ്ങളും ഉപയോഗിച്ചു. പഴയ ശിലായുഗത്തിന്റെ അവസാനഘട്ടത്തിൽ മനുഷ്യൻ തീ ഉപയോഗിക്കാൻ പഠിച്ചു. ഭക്ഷണം പാകം ചെയ്യാനും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനും വന്യമൃഗങ്ങളെ അകറ്റാനും തീ സഹായിച്ചു. മധ്യശിലായുഗത്തിൽ ചെറിയ കല്ലുപകരണങ്ങൾ അഥവാ മൈക്രോലിത്തുകൾ ഉപയോഗിച്ചു. നായയെ ആദ്യമായി വളർത്തുമൃഗമാക്കിയതും ഈ കാലഘട്ടത്തിലാണ്. വേട്ടയാടലിനൊപ്പം മത്സ്യബന്ധനവും ആരംഭിച്ചു. നദീതീരങ്ങളിൽ സ്ഥിരതാമസത്തിന്റെ തുടക്കവും ഈ കാലഘട്ടത്തിന്റെ പ്രധാന പ്രത്യേകതയാണ്. നവശിലായുഗത്തിൽ കൃഷി ആരംഭിച്ചതോടെ മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. അതുകൊണ്ടുതന്നെ ഈ കാലഘട്ടം കാർഷിക വിപ്ലവത്തിന്റെ കാലം എന്നറിയപ്പെടുന്നു. സ്ഥിരമായ ഗ്രാമങ്ങൾ രൂപപ്പെട്ടു. പശു, ആട് തുടങ്ങിയ മൃഗങ്ങളെ വളർത്താൻ തുടങ്ങി. ഭക്ഷണോൽപാദനം വർദ്ധിച്ചതോടെ സമൂഹജീവിതവും വികസിച്ചു. മൺപാത്ര നിർമ്മാണവും നെയ്ത്തും ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. മിനുസപ്പെടുത്തിയ കല്ലുപകരണങ്ങളും നവശിലായുഗത്തിന്റെ പ്രത്യേകതയാണ്. ഈ കാലഘട്ടത്തിൽ കല്ലിനൊപ്പം ചെമ്പും ഉപയോഗിക്കാൻ തുടങ്ങി. ലോഹങ്ങളുടെ ഉപയോഗം ആരംഭിച്ചതോടെ ഉപകരണങ്ങൾ കൂടുതൽ ശക്തവും കാര്യക്ഷമവുമായി. പ്രധാന പുരാവസ്തു കേന്ദ്രങ്ങൾ. ഭീംബെത്ക ഗുഹാചിത്രങ്ങൾക്ക് പ്രശസ്തമാണ്. മെഹർഗഡ് ആദ്യകാല കാർഷിക സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രമാണ്. ബുർസഹോം, ഹുൻസ്ഗി എന്നിവയും PSCക്ക് പ്രധാനപ്പെട്ട പുരാവസ്തു കേന്ദ്രങ്ങളാണ്.